ഹായ് ചങ്ങായിമാരെ, അങ്ങനെ നമ്മളൊരു ആഗ്രഹമായിരുന്നു ഹോട്ട് എയർ ബലൂണിലൊന്ന് പോയി നോക്കണം എന്നുള്ളത്. അങ്ങനെ ഒരു അവസരം തുർക്കിയിൽ പോയപ്പോൾ കിട്ടി. പക്ഷെ അന്നത്തെ സാഹചര്യങ്ങൾ വെച്ച് നമുക്കന്ന് പോയിട്ട് അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല, കപ്പഡോക്കിയയിൽ പോയിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ദോഹയിൽ ഈ സംഭവം ഉള്ളത്. ഓൺലൈനിൽ കണ്ടപ്പോൾ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്ത് നമ്മൾ അങ്ങനെ രാവിലെ നമ്മളങ്ങോട്ട് കൊണ്ടുപോയി. നമ്മൾ അവിടെ എത്തി. ഖത്തർ ഫൗണ്ടേഷൻ്റെ ഭാഗത്താണ് കയറിയത്. അവിടെ നമ്മളെ പൈലറ്റ് അവർ സെൽഫായി പരിചയപ്പെടുത്തി. ആ ഹോട്ട് എയർ ബലൂണിൽ എയറൊക്കെ അടിച്ച് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ചെറുതാണ്. നല്ല നീളമുണ്ട് കേട്ടോ, നല്ല നീളമുണ്ട്, അത്യാവശ്യം വീതിയുണ്ട്. അതിൽ ബലൂൺ അടിച്ചപ്പോൾ പൈലറ്റ് ലോകേഷ് എന്നാണ് പേര്. ആളൊരു ബലൂൺ മേലെ കൊട്ടിട്ട് കൈയും കാലൊക്കെ കളിക്കണം. എന്താ സംഭവം എന്ന് അറിയില്ല. അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കയറ്റിയിരുത്തി. കയറലൊരു ചടങ്ങ് തന്നെയാണ് കേട്ടോ. കയറാനൊരു കുറച്ച് പണിയുണ്ട്. ഫസ്റ്റ് 4 ആൾക്കാർക്ക്, പിന്നെ ഉള്ളവരൊക്കെ സാധാരണ കയറുന്ന പോലെ കയറിയാൽ മതി. ഞങ്ങളെ ഈ ബാസ്ക്കറ്റിൽ 16 ആൾക്കാരുണ്ടായിരുന്നു. 4 കമ്പാർട്ട്മെൻറ്റ്, 4 ആൾക്കാരെ വെച്ചിട്ട് 4 16 ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ മിഡിലിൽ നമ്മളെ ക്യാപ്റ്റനും. ഭൂ ഭൂ എന്നുള്ള സൗണ്ട് ഉണ്ട് വരും. തീ ഇങ്ങനെ പോകും ഇതിനുള്ളിലേക്ക്. ഇങ്ങനെ നമ്മൾ പറന്ന് പൊന്തി മേലേക്ക്. സംഭവം ഒരു വേറൊരു വൈബ് തന്നെയാണ്. ഇതിൻ്റെയും റൂട്ട് മാപ്പ് ഇവരുടെ കയ്യിലുണ്ട്. ഒരു മൊബൈൽ സ്ക്രീൻ പോലത്തെ സാധനം വെച്ചിട്ട് അതിൽ നോക്കിയിട്ട് അവരിങ്ങനെ പോകണത്. ചില സ്ഥലങ്ങളിലേക്ക് മമ്മിയുള്ള ഭാഗത്തേക്ക് നമ്മൾ പോകുമ്പോൾ അവർക്ക് അപ്പോൾ തന്നെ കമാൻഡിങ് വരും, ആ ഭാഗം റെസ്ട്രിക്റ്റഡ് ഏരിയയാണ്, അങ്ങോട്ട് പോകരുത് പറഞ്ഞിട്ട്. ഷെയ്ഖ് തമീമിൻ്റെ പാലസിൻ്റെ മേലേക്കൊക്കെ പോയപ്പോൾ അവിടുന്ന് അങ്ങനെ മെസ്സേജ് വന്നു. ഞാൻ പോയ അന്ന് 2 ബലൂൺ ഉണ്ടായിരുന്നല്ലോ. രണ്ടാമത്തെ ബലൂണാണ് ഈ പൊന്തി വരുന്നത്. അവിടുത്തെ കുറച്ച് കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിച്ചിങ്ങനെ വരുന്നുണ്ട്. അതിരാവിലെ പോയതാണ് വീട്ടിൽ. പക്ഷെ പിന്നെ മേലെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ എന്ത് ഭംഗിയെന്നറിയാം. താഴത്തേക്ക് ഇങ്ങനെ വീടുകളുടെയൊക്കെ മേലെ ഇങ്ങനെ കണ്ട് നല്ല രസം കിട്ടാം. മെട്രോ പോണതും ഒക്കെ സൂം ചെയ്തിട്ടാണ് കുറച്ച് മേലെ നമ്മളുള്ളതൊക്കെ. അങ്ങനെ ഇങ്ങനത്തെ മേലും താഴത്തേക്ക് നോക്കിയിട്ട് എന്നിട്ട് നമുക്ക് അത്ര നമുക്ക് അറിയണ സ്ഥലമായ കാരണം ഓരോ ഭാഗങ്ങൾ നമുക്ക് തന്നെ ഇങ്ങനെ നോക്കി ഇരിക്കുക. അതിലിടക്ക് ഇങ്ങനെ തീ വരുമ്പോൾ അതൊക്കെ ഒന്ന് അതിനുള്ളിലേക്ക് നോക്കും. ഓരോ 4 വലിയ സിലിണ്ടറാണ് ഗ്യാസിലിരിക്കുന്നത്. പിന്നെ ഭൂം ഭൂം എന്നുള്ള സൗണ്ടിലിങ്ങനെ തള്ളി വിടുന്നുണ്ട്. എന്തായാലും നമ്മൾ ഖലീഫ സ്റ്റേഡിയത്തിൻ്റെ മേലേക്ക് എത്തിയപ്പോൾ ആ ഭാഗത്തു കൂടെയൊക്കെ ഇങ്ങനെ പോകണത്. നമുക്ക് വലിയ വലിയ ഷെയ്ഖുമാരെ വീടുകളും ഒക്കെ കാണാം നമുക്ക് മേലെന്ന്. അപ്പോഴാണ് ഈ ഷെയ്ഖുമാരൊക്കെ വീടിൻ്റെ വലിപ്പം നമ്മൾ അറിയുക. നമ്മൾ ആ കാണുന്ന സ്ഥലത്താണ് നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവുക. അപ്പോൾ ലാൻഡ് ചെയ്യുമ്പോൾ ഒരു കുത്തിക്കുലുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ ആരും പേടിക്കൊന്നും വേണ്ട, തല ബാക്കിൽ അമർത്തി വെച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ട്രെയിനിങ് തരാണ്. ഈ ലാൻഡിങ് സമയത്തെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം മൊബൈലിലൊക്കെ പോക്കറ്റിൽ വെച്ചിട്ട് മുറുക്കി പിടിച്ചിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവാണ്. ഇതാ ഫോൺ എടുത്ത് വെച്ച് ഇനി നമ്മൾ ലാൻഡിങ്ങിൽ ഇരിക്കേണ്ടാവും. അങ്ങനെ നമ്മൾ ലാൻഡിങ് ഒക്കെ കഴിഞ്ഞ് ഒരു വല്ലാത്ത ലാൻഡിങ് തന്നെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ബലൂണൊക്കെ ചുരുക്കി എല്ലാവരും പുറത്തിറങ്ങി. ഇതിൽ നിന്ന് ബക്കറ്റിൽ നിന്ന് ഇറങ്ങലൊരു ചെറിയ ചടങ്ങ് തന്നെയായിരുന്നു നമുക്ക്. അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അതിൽ നിന്ന് ഇറങ്ങിക്കൂടി. അപ്പോഴത്തേക്കും നമ്മളെ കൂടെ ഉണ്ടായിരുന്ന മറ്റേ ബലൂണ് വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ ലാൻഡിങ് ഞാൻ കാണിച്ചു തരട്ടെ. അതിന് മുന്നേ ഈ ബാസ്ക്കറ്റിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം. കണ്ടോളെ, ഇങ്ങനത്തെ ഒറ്റ ബാസ്ക്കറ്റാണ്. അതിൽ 4 കമ്പാർട്ട്മെൻറ്റ് ഞാൻ പറഞ്ഞില്ലേ, 4 കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. 4 കമ്പാർട്ട്മെൻറ്റിൽ നടുവിൽ ആ ഗ്യാപ്പിലാണ് ഇയാൾ നിൽക്കുക, നമ്മളെ ഈ പൈലറ്റ് നിൽക്കുക. സുനാപ്പി ധരിക്കണം ഇവിടെ. അതിൽ കൂടെ ഗ്യാസ് മേലേക്ക് തള്ളും. കണ്ടില്ലേ, അതിന് നീളം നോക്കിയാൽ ഒരു 100 മീറ്ററിൻ്റെ മേലേക്ക് നീളം ഉണ്ടാവും. ഇതാണ് ലാൻഡിങ്. ഇതിങ്ങനെ കൊടുന്നിട്ട് താഴത്തേക്ക് കണ്ടിടും. നമ്മതിനുള്ളൊക്കെ ആൾക്കാരുണ്ട്, ഒക്കെ മുറുക്കി പിടിച്ചിരിക്കുകയാണ് അകട്ട്. എന്നാലും മൂപ്പര് നിൽക്കൊന്നുമില്ല. അങ്ങനെ കണക്കിന് പിടിച്ച് നിർത്തണം ബാക്കിയുള്ളവർ ഓടി വന്നിട്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മളെ ഒരു